ചങ്ങായിമാരെ ഒരു സാമാനത്തിനെ കൂടെ പിടുത്തം കിട്ടിയിട്ടാ. കെന്നഡി കരിമ്പുംകൊലൊക്കെ ഒരു ഇൻട്രോ മ്യൂസിക് വേണ്ടേ? മ്യൂസിക്. കരിമ്പിൻ കാട്ടിൽ പിറന്നവനെ, ക്രിസ്ത്യാനിയുടെ കാലനായവനെ, കരുണ നിറഞ്ഞൊരു കരിമ്പും കൊലയിട്ട് കാട്ടുന്നവനെ. നമുക്ക് കരിമ്പും കൊലയുടെ തള്ളലേക്ക് കടക്കാം. വരൂ. അച്ഛോ, കേരളം മാത്രമാണ് അച്ഛൻ സംസ്ഥാനമായിട്ട് കണ്ടിട്ടുള്ളത്. 10-30 സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ. ഈ എവിടെയെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുന്നതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇത്തരം നമ്പറുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. നമുക്കറിയില്ലേ, നമ്മുടെ സഭ 12 സ്ത്രീമാരിൽ യൂദാസിനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ സ്വന്തം ഗുരുവിനെ ചുംബിച്ചോണ്ടൊറ്റിയത്? ഇമാതിരി പണികൾ എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും നടക്കുന്നുണ്ട്. എല്ലാ സമുദായത്തിലുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിലെ യൂദാസ് അത് കരിമ്പും കൊലക്ക് മാത്രം കൊടുക്കാനുള്ള സാധനമാണ്. അതിന്റെ പേറ്റന്റ് എത്ര കോടി ഉറുപ്പ്യൊക്കെ വേണമെങ്കിലും കരിമ്പും കൊല ഏറ്റെടുക്കും. അതിനുള്ള എത്ര കോടി ഉറുപ്പ്യ വേണമെങ്കിലും സംഖ്യകൾ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് യൂദാസ് കരിമ്പും കൊലയെ, കരിമ്പിൻ കാട്ട് പിറന്നവനെ, ഈ കരിമ്പും കൊലയെ എന്തുകൊണ്ടും യൂദാസ് ആയിട്ട് ക്രിസ്ത്യ സമൂഹം അംഗീകരിക്കണമെന്ന് ഞാൻ ശക്തമായി പറയുകയാണ്. കാരണം സംഖ്യകൾക്ക് വേണ്ടി സംഖ്യകൾ പോലും വാദിക്കാത്ത രീതിയിലാണ് ഈ കരിമ്പും കാട്ടി പിറന്ന കരിമ്പും കൊല ഇങ്ങനെ വാദിക്കുന്നത്. ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ബിജെപിയുടെ തലയെ വരുമെന്ന് അവർക്കറിയാം. പിന്നെ മനസ്സിലാക്കുന്നില്ല. ബജ്രംഗ് എന്ന സംഘപരിവാറിന്റെ സംഘടന ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും കെന്നഡിക്ക് കഴിയുന്നില്ല. അവരത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആക്രമിക്കപ്പെട്ടത് ക്രൈസ്തവരെ തന്നെ, കന്യാസ്ത്രീകളെ. അത് ചെയ്തത് ബജ്രംഗ് ദളാണ്. അവർ സംഘപരിവാർ സംഘടനയാണ്. അങ്ങനെ പറയാൻ പോലും ഞങ്ങൾ കഴിയുന്നില്ല. ആരെങ്കിലും ഗൂഢാലോചന നടത്തി അവരെ തലയിൽ അടിക്കുന്നതാണെന്നാണ് കെന്നഡി ഇപ്പോൾ പറഞ്ഞത്. അല്ല, അങ്ങനെ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ടെന്നാണ്. ഒരു ഉദാഹരണം, ഏതെങ്കിലും ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും ചതിച്ച് ബിജെപിയുടെ തലയിൽ കൊണ്ടുപോയി ചാർത്തിയ ഒരു ഉദാഹരണം പറയാമോ? അങ്ങനെ സാധ്യതയുണ്ടെന്ന് പറയുമ്പോ എന്തോ അജിംസ കേൾക്കുന്നില്ല. ആവശ്യത്തിന് കേൾക്കൂല. കരിമ്പുംകാലൊക്കെ ഇതൊന്നും കേൾക്കൂല. കരിമ്പുംകാലം ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ആവശ്യത്തിന് റേഞ്ചും പോകുന്നില്ലല്ലോ പടച്ചോനെ. പിന്നെ അജിംസ ഈ സംഖ്യകൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞില്ല, വിചാരധാര എന്നെല്ലാം പറഞ്ഞില്ല. ഇവിടെ വിചാരവും ബോധവും ബാധി ഒന്നുമില്ലാത്ത, എഴുതാൻ വരെ അറിയാത്ത ഈ സംഖ്യകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതെന്നെ ഏറ്റവും വലിയ കള്ളത്തരല്ല അജിംസെ. ഇവർക്ക് എഴുത്തും വായന അറിയില്ലാന്ന്. നിങ്ങൾ അവരെ എഴുതി വെച്ചിട്ട് വിചാരധാരാന്ന്, അതും വിചാരവും ബോധവും ഇല്ലാത്ത ടീം. ഭയങ്കര സംഭവം അജിംസെ. പിന്നെ നമ്മളെ ഈ കരിമ്പുംകാട്ടിലെ കൊല പറഞ്ഞല്ല, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അത് സമ്മതിച്ചില്ലേ? പിന്നെ ആക്രമിച്ചത് ബിജെപിക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരിക്കലും അങ്ങനെ സമ്മതിക്കാൻ കഴിയില്ല. പക്ഷേ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ സാധ്യത ഉണ്ട് എന്നെങ്കിലും പറയാൻ മനസ്സ് കാണിച്ചല്ലേ ഈ കരിമ്പും കൊലയെ. അതെന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതിക്കോ. സാധ്യത ഉണ്ട് എന്നല്ലാണ്ട് ബിജെപി ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരിമ്പും കൊല കരിമ്പുംകാട്ടപ്പോയിട്ട് എന്ത് മൂഞ്ചാനൊന്നും കിട്ടൂല. അതുകൊണ്ട് സാധ്യത ഉണ്ട് എന്നേ പറയൂ. നോക്കൂ, നമുക്ക് ഒരു തുടർച്ചയായി ഇത്തരം ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാം നേരെ ചൊവ്വേ മാത്രമാണ് നടക്കുന്നത് എന്നങ്ങനെ കരുതരുത്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ പല കൊലപാതകങ്ങളും നടക്കുന്നത്. ക്രൈസ്തവരെ ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന സംഘടനയാണ് സംഘപരിവാർ. അങ്ങനെയല്ല, അത് വേറെ ആരും ചെയ്ത് അവരെ തലയിലടിക്കുന്ന അവർക്ക് നാണക്കേടാണ്. അല്ല, നോക്കൂ, ക്രൈസ്തവരെ ആക്രമിക്കുമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഈ പഴയ വിചാരധാരയെ വെച്ചാണ്. നമ്മൾ ഇപ്പോഴും വെറുതെ നോക്കിയ വീഡിയോകൾ കാണും. നിങ്ങൾ ഇവിടുന്ന് ഓടിക്കും എന്ന് പറയുന്ന വീഡിയോകൾ കാണും. അത് ഗൂഢാലോചന അവരല്ല ചെയ്യുന്നതാണ്, അവർക്ക് നടക്കണം. എന്റെ അജിംസെ, അതെല്ലാം പഴയ വിചാരധാരയിലാന്ന് ക്രൈസ്തവരെ ഓട്ടിക്കുന്നെല്ലാം പറയുന്നത്. പുതിയ വിചാരധാരയിൽ ഈ കരിമ്പും കൊലയേനെയും കാസേനെയും ഓട്ടിക്കണ്ട, തൽക്കാലം അവരെ മാറ്റി വെക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു മൂലക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അജിംസ അതെല്ലാം പുതിയ വിചാരധാരയിൽ വായിക്ക്. ഇതൊന്നും വായിക്കണ്ട. ആ മൂലക്കുണ്ട് നമ്മളെ കരിമ്പും കൊലയേനെയും പിന്നെ കാസയിലെ കൂസമാറിയും തൽക്കാലം നമ്മൾ ആട്ടി ഓട്ടിക്കത്തില്ല. ഇവരെ നമുക്ക് വയ്യ കെട്ടിത്തൂക്കി നല്ല എണ്ണയിലിട്ട് പൊരിക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല? അതും കൂടി വായിക്കണം കേട്ടോ അജിംസെ. ഇതൊന്നും വായിക്കാണ്ട് വന്നിട്ട് അജിംസെ ചർച്ചയിൽ പറയുന്നു. ഓ, ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ വിചാരധാര കിട്ടിയിട്ടുണ്ടാവില്ല. വിചാരധാര കിട്ടുമ്പോഴത്തേക്ക് നമ്മളെ കെന്നഡിക്കും കിട്ടും, കാസക്കും കിട്ടും, എല്ലാത്തിനും കിട്ടും. നിങ്ങൾക്ക് അവർക്ക് നല്ല കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് വിചാരധാര എത്തും. നമുക്കിനി സ്ഥിരം അലമ്പൻ കരിമ്പും കലയെ കാണാം. തോക്കാനാകുമ്പോ തൂറി എറിയുന്ന, തുണി പൊക്കി കാണിക്കുന്ന സ്ഥിരം കരിമ്പും കൊലയുടെ കൊല കാണാനേ. അത്തരം കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ നടക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. കാരണം 1947 ഇന്ത്യൻ ഭരണഘടന ചവിട്ടിത്താട്ടാൻ നടക്കുന്ന ഒരു വർഗ്ഗം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും ഈ മഹാരാജ്യത്ത് നടക്കുന്നതല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നടക്കുള്ളൂ. പിന്നെ ശ്രീ എം ആരിഫിനോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു മനുഷ്യനാണ്, നല്ല ഒരു മുൻ എം പിയാണ്, എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം മുണ്ടുപൊക്കി നോക്കി നെഞ്ചിട്ട് താങ്ങിയപ്പം അദ്ദേഹം ഞെട്ടിയതായി ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പൊ അദ്ദേഹം ഞെട്ടി. എനിക്ക് സന്തോഷമുണ്ട്, പ്രത്യേകം നന്ദിയുണ്ട്. മാത്രം താങ്കളെ പോലുള്ളത് അല്ല, താങ്കളുടെ സമുദായത്തിലെ നിങ്ങൾ ചാടി
അല്ല താങ്കളുടെ അങ്ങനെ ഓരോരുത്തരെയും സമുദായവൽക്കരിച്ച് നിങ്ങൾ ചർച്ചയിൽ മൂഞ്ചുന്നുള്ള അവസ്ഥ വന്നപ്പം അങ്ങ് സംഘി കേന്ദ്രത്തിൽ നിന്ന് വാട്സപ്പ് മെസ്സേജ് വന്ന് കരിമ്പുകൊലക്ക് പൊക്കിക്കോ മുണ്ട് പൊക്കി കരിമ്പും കൊല കാണിച്ചോന്ന് മെസ്സേജ് വന്ന് പിന്നെ അങ്ങ് കരിമ്പും കൊല മുണ്ട് പൊക്കൽ തുടങ്ങി. എന്നാൽ എന്റെ കരിമ്പുങ്കലെ ഇപ്പോഴും ഈ രാജ്യത്ത് നിയമം നോക്കിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഉത്തരേന്ത്യയിലും നിയമം നോക്കിയിട്ടേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ല, നിങ്ങളെ മനസ്സിന്റെ മനക്കെട്ടി ഉണ്ടല്ല, നിങ്ങളുടെ കരിമ്പിന്റെ കൊലയുണ്ടല്ല, നമിച്ചിരിക്കുന്നു എന്റെ കൊലയെ നമിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ല, നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ അക്രമം നടക്കൂലെന്ന്. ആ നമ്മുടെ നാട് എന്ന് പറഞ്ഞത് കേരളം എന്നും കൂടി പറയണം കേട്ടാ. ഈ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ എന്നല്ല ആർക്കു നേരെയും ഒരു തെളിവും ഇല്ലാണ്ട് ഒരു കാരണവുമില്ലാണ്ട് അക്രമം നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അക്രമി ആരായാലും കേരള സമൂഹം മനസാക്ഷിയും മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ജാതിയും മതവും വർഗവും നോക്കാണ്ട് ഒരുമിച്ച് നിൽക്കുന്ന മലയാളി അതിന് അനുവദിക്കൂല. അതിനെതിരെ എങ്ങനെയൊക്കെ കളിച്ചിട്ട് ഈ മതസൗഹാർദ്ദം ഇല്ലാണ്ടാക്കാനും ഇവിടെ നിയമവാഴ്ച ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ടും കാസയും നീയും നിന്റെ സംഘികളും കൂടി ശ്രമിച്ചാലും അതിനെതിരെയും മലയാളി ഒറ്റക്കെട്ടായി നിൽക്കും. അതുകൊണ്ട് നിനക്ക് ഉറപ്പിച്ചു പറയാം, ഈ കേരളത്തിൽ കന്യാസിമാർക്ക് നേരെ അങ്ങനെ ഒരു അക്രമം ഉണ്ടാകാൻ നമ്മൾ വിടൂല. അത് നിന്റെ കഴിവ് കൊണ്ടാന്ന് ഞങ്ങൾ വാദിച്ചേക്കല്ല കേട്ടാ. യൂദാസ് കരിമ്പും കൊലയെ പിന്നെ നീ ആരിഫിനോട് പറഞ്ഞിട്ടല്ല, അയാളുടെ സമുദായത്തിന് ഒരു ആവശ്യം വന്നപ്പോ അയാളിൽ ഒറ്റക്കെട്ടായി നിന്ന് പിന്നെ ഒറ്റക്കെട്ടായി നിൽക്കണ്ടോ. അവരെ സമുദായത്തിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ സമുദായത്തെ അനാവശ്യമായി എന്തെങ്കിലും കാര്യത്തിൽ വലിച്ചിടക്കുമ്പോൾ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കും. പക്ഷെ അവരിലുള്ളവര്, അവരെ കൂട്ടത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ കൂട്ടത്തിലുള്ളവര് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തവരെ ഒറ്റപ്പെടുത്താനും അവരെ കുറ്റക്കാരായി പ്രഖ്യാപിക്കാനും വരെ മുസ്ലിം സമുദായം തയ്യാറാകുന്നുണ്ട്. പക്ഷെ നിന്നെ പോലെ, നിന്റെ കാസയെ പോലെ സ്വന്തം സമുദായത്തെ ചില്ലറ പൈസക്ക് നക്കി മൂഞ്ചാനും കിട്ടുമ്പോ ഒറ്റുന്ന പോലെ ആണോടോ എല്ലാരും. നീയും നിന്റെ കാസയും സ്വന്തം സമുദായത്തെ ഒറ്റുന്നുണ്ട് വെച്ചിട്ട് എല്ലാവരും അത്തരക്കാരാണ് നീ കരുതിയേക്കല്ല കേട്ട. കാസയിലെ കൂസ കരിമീൻ കാട്ടി പിറന്നൊരു കൂസ, കരുണയില്ലാത്ത മുട്ടക്കൂസ. പിന്നെ വേറൊരു കാര്യം, ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടെന്ന് ഇവ സമ്മതിച്ചല്ല, ഇനി ആക്രമിച്ചേരി വിദേശത്ത് നിന്ന തീവ്രവാദികളാണെന്നും കൂടി പറഞ്ഞാൽ മതി. ഇന്ത്യയിലുള്ളവരല്ല, വിദേശത്ത് നിന്ന് തീവ്രവാദികൾ വന്നേ പറഞ്ഞ. പിന്നെ വിദേശത്ത് തീവ്രവാദികൾക്ക് എങ്ങനെയും കയറാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ ഉള്ളത്. അങ്ങനെയാണല്ലോ നമ്മളെ നാടിന്റെ അവസ്ഥ ഇപ്പൊ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് വിദേശത്ത് വന്ന തീവ്രവാദികളാണ്, അല്ലാണ്ട് BJP-ക്കാരോ ബജ്രംഗ് ദളിനോ ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാന്ന് ഇങ്ങനെ ഘോരം പ്രസംഗിക്കും. ഉത്തരേന്ത്യ പോയിട്ട് ബജ്രംഗ് ദളിന്റെ മുന്നിൽ നിന്ന് ബജ്രംഗ് ദളല്ല ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ അതവർക്ക് പിടിക്കൂല. പിന്നെ നിന്റെ കൊല വരെ കിട്ടൂല. നിന്റെ കൊല കെട്ടി തൂക്കിയിട്ട് കൊലക്കണക്കടി കിട്ടും കേട്ടാ. ഈ കേരളത്തിൽ ബഹുമാനത്തോടെ സംസാരിച്ച ആളല്ലേ ഞാൻ, നിങ്ങളോട് ബഹുമാനത്തോടെ സംസാരിച്ച ആളല്ലേ. അതെ, നിങ്ങൾ പിന്നെ ഞാൻ എത്ര ബഹുമാനത്തോടുകൂടിയാണ് എല്ലാവരും ബഹുമാനത്തോടുകൂടിയല്ലേ സംസാരിച്ചത്. ബഹുമാനപ്പെട്ട മുന്നമ്പി വിളിക്കേണ്ടത് താങ്കൾ എന്റെ പേര് പറഞ്ഞു, താങ്കൾ പറഞ്ഞു ഗതികെട്ടവനാണ്. നിങ്ങൾ എന്റെ മതം നോക്കി എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിങ്ങൾ വന്നത്. ആരിഫെ എന്റെയും ആരിഫിന്റെയും ഒക്കെ നിലപാടുകൾ കേരള സമൂഹത്തിന്റെ മുന്നിലുണ്ട്, അവർ വിലയിരുത്തിക്കോട്ടെ. ഇക്കാര്യത്തിൽ ആരിഫ് ഖാനൊക്കെ തെറ്റുണ്ട്. കാരണം ആരിഫ് ഖാൻ ബഹുമാനത്തോടുകൂടി സംസാരിച്ചു. നിങ്ങൾ എങ്ങനെയാണ് ആ കരിമ്പും കൊലേനോട് ബഹുമാനത്തിൽ സംസാരിച്ചത്? 100% ആരിഫ് ഖാന്റെ ഭാഗത്ത് തെറ്റ്. അവരോടൊന്നും ബഹുമാനത്തിലല്ല സംസാരിക്കേണ്ടത്. ഇവനെ ഗതികെട്ടവെന്നല്ല വിളിക്കേണ്ടത് ആരിഫ് ഖാൻ. കരിമ്പും കാട്ടിൽ പിറന്നവനെ, ഗതികെട്ടാൽ സംഖ്യയുടെ തീട്ടവൻ തിന്നുന്നവനെ, കരിമ്പും കൊലയുള്ളവനെ എന്നാ വിളിക്കേണ്ടത്. കെന്നഡി കരിമ്പും കാല പൊതുസമൂഹത്തിന് അറിയാം. നീയും നിന്റെ കാസയും സംഖ്യകളും എന്താണെന്ന് അതിന് പുതിയതായിട്ട് ബോധ്യമൊന്നും വേണ്ട പൊതുസമൂഹത്തിന്. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഈ സംഭവത്തോടു കൂടി നിന്നെയും നിന്റെ കാസയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ ക്രിസ്മസ് ആവുമ്പോ കേക്കും വെള്ളിക്കുരിശും വെള്ളിക്കിരീടായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് തൃശ്ശൂർ വേണം, തൃശ്ശൂർ ഞാൻ ഇടക്കും, ഞാനും എന്റെ മക്കളും ഗുണ്ടകളല്ല ഇല്ലാന്ന് പറഞ്ഞില്ലേ. അവരവരെ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെ കുറ്റക്കാരാക്കിയിട്ട് നിന്റെ സംഘപരിവാറിനെ നീ എത്രയൊക്കെ വെള്ളപൂശിയാലും ആ വെള്ളപൂശലിന്റെ അവസാനം ക്രിസ്ത്യാനികൾ തന്നെ കാസയിലെ കൂസ കരിമ്പും കാട്ട് പറന്നവനെ നിന്റെ കരിമ്പും കൊല ക്രിസ്ത്യാനികൾ തന്നെ അടിച്ചൊടിക്കുന്ന കാലം വിദൂരമല്ല. അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും നമുക്ക് കരിമ്പും കൊലയുടെ കൊല പൊട്ടുന്ന കാഴ്ചയിലേക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു സുലാൻ.